ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസിൻ്റെ 10th സ്റ്റാൻഡേർഡ് ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 10 ആണ്. അതിൽ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇൻഷുറൻസ് സർവീസസിനെ പറ്റിയിട്ടാണ്. ചാപ്റ്റർ നെയിം ഇൻഷുറൻസ് സർവീസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ സർവീസസും അതുപോലെ ബാങ്കിങ് സർവീസസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻഷുറൻസായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ബിസിനസ് റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് അതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് ആയ ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും, അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസസ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബിസിനസ് റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങളും അനിശ്ചിതത്വമുള്ള സംഭവങ്ങൾക്കോ വിധേയമാണ്. കൂടാതെ നഷ്ടമോ നാശമോ ഉണ്ടായേക്കാം. സമയബന്ധിതമായ മുൻകരുതൽ എടുത്താൽ ചില നഷ്ടങ്ങൾ ഒഴിവാക്കാം. എന്നാൽ ചില നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഒന്നുകിൽ ബിസിനസ്സുകാരൻ തന്നെ വഹിക്കണം, അല്ലെങ്കിൽ സാധ്യമെങ്കിൽ മറ്റുള്ളവരുമായി പങ്കിടണം. നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം നിയന്ത്രണമുള്ള ഏതാനും ഘടകങ്ങളുടെ ഫലമായി വ്യാപാര നഷ്ടമോ വസ്തുക്കൾക്ക് തകരാറുകളും സംഭവിക്കാനുള്ള സാധ്യതകളെയാണ് നഷ്ടസാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് അതിന് നാളെ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ്, ഒരു ഫേം ആണെങ്കിൽ അപ്പോൾ ആ ഒരു ബിസിനസ്സിന് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കും. എന്താണ് നമുക്ക് നാളെ എന്താണ് സംഭവിക്കുക, അതിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുൻകരുതലായിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് നാളെ എന്ത് സംഭവിക്കും, എന്ത് നാശനഷ്ടം ഉണ്ടാകുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു മുൻകരുതൽ എടുക്കുന്നതിനെയൊക്കെയാണ്, ചില നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മുൻകരുതലുകളൊക്കെ എടുക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക്. അതൊരു സാധ്യതയാണ്. നാളെ എന്താ പറ്റുകയെന്ന് നമുക്ക് അറിയാത്തതിൻ്റെ ഒരു നഷ്ടസാധ്യതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം നിയന്ത്രണമുള്ള ഏതാനും ഘടകങ്ങളുടെ ഫലമായി വ്യാപാര നഷ്ടമോ വസ്തുക്കൾക്ക് തകരാറുകളോ സംഭവിക്കാനുള്ള സാധ്യതകളെയാണ് നമ്മൾ നഷ്ടസാധ്യത എന്നുകൊണ്ട് പറയുന്നത്, അഥവാ ബിസിനസ് റിസ്ക് എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഷുറൻസ് എന്താണ്, മീനിങ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. ഇൻഷുറൻസിനെ നിർവചിക്കുക: ഒരു നിശ്ചിത തുക പ്രീമിയമായി നൽകിക്കൊണ്ട് നഷ്ടമോ കേടുപാടുകളോ സംഭവിച്ചേക്കാനിടയുള്ള നഷ്ടസാധ്യതകളെ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറ്റുന്നതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ജനറലി കേൾക്കുന്ന ടേമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പലതരം ഇൻഷുറൻസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻഷുറൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഇൻഷുറൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്ന റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ ഓർ ടെക്നിക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുകയാണ്, ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ റിസ്ക് മറ്റൊരാൾക്ക് ഒരു എഗ്രിമെൻറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോർ എ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഷുറൻസിനെ സംബന്ധിച്ച് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട്, ഒരു നിശ്ചിത തുക പ്രീമിയം ആയിട്ട് നമ്മൾ മന്ത്ലി നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പേയ്മെൻറ്റ് ചെയ്യും. ആ ഒരു പേ ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു പ്രീമിയം എമൗണ്ടിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതാണ് കൺസിഡറേഷൻ. നമ്മൾ ഈ മന്ത്ലി ആയിട്ട് അടയ്ക്കുന്ന ഈ പ്രീമിയം എമൗണ്ട് കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു റിസ്ക്, നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ ഈ ഒരു റിസ്ക് ഇൻഷുറൻസ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? നമ്മൾ ഈ ഒരു പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു പ്രീമിയം മന്ത്ലി ബേസിസിൽ ഒരു നിശ്ചിത തുക നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ചുകൊണ്ടിരിക്കും. അതാണ് നമുക്ക് പിന്നെ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവർ നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് തരുന്നത് ഈ ഒരു പ്രീമിയം ചെയ്ത എമൗണ്ട് ആയിരിക്കും. ഒരു ഇൻഷുറൻസ് കമ്പനി ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരം നമ്മുടെ ആ റിസ്ക് അവർക്ക് കവർ ചെയ്തു തരുന്നതാണ് ആ ഒരു എഗ്രിമെൻറ്റിൽ പറയുക. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു കാര്യത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു കമ്പനിയാണ് എൻ്റെതെങ്കിൽ ആ ഒരു കമ്പനി ഞാൻ 10 ലക്ഷത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് നമ്മൾ മന്ത്ലി വെച്ച് ഒരു പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ എഗ്രിമെൻറ്റിലുണ്ടാവും, ഈ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അവർ നമ്മുടെ റിസ്ക് കവർ ചെയ്ത് തരുന്ന അവർ നമ്മളെ അഗ്രി ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് നോക്കുക. അപ്പോൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ലോസ് വന്നാൽ ഇൻഷുറൻസ് കമ്പനി ആ ഒരു എമൗണ്ട്
നമുക്ക് തിരിച്ചു തന്നോളണം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് നമ്മൾ വെക്കും. അപ്പോൾ അതേസമയം മാസം ഒരു ചെറിയൊരു എമൗണ്ട് എന്താണ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വെക്കുന്നൊരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കുന്ന എഗ്രിമെൻറ്റിനെ പറയുന്ന പേരെന്താണ്? ഇൻഷുറൻസ് പോളിസി എന്നാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൺസിഡറേഷൻ വെച്ചിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. നമ്മൾ പോളിസി എടുക്കുക എന്നാണ് ഇൻഷുറൻസിൻ്റെ കേസിൽ പറയാം. അപ്പോൾ ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂസ് റിസ്ക് ഇസ് ഇൻഷുർഡ് ഇസ് കോൾഡ് ഇൻഷുർഡ്. പിന്നെ നമ്മൾ ഇൻഷുറർ ആരാണ്? നമ്മൾ ദ ഫേം വിച്ച് ഇൻഷുർ ദ റിസ്ക് ഓഫ് ലോസ് ഇസ് നോൺ ആസ് ഇൻഷുറർ. നമ്മൾ ആരുടെ കയ്യിലാണോ ഇൻഷുറൻസ് കമ്പനിയില്ല, ആ കമ്പനിയാണ് ഇൻഷുറർ. നമ്മുടെ നഷ്ടം നികത്തി തരുന്ന ആളെയാണ് ഇൻഷുറർ എന്ന് പറയാം. അതുപോലെ ഇൻഷുർഡ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കമ്പനിക്കാണ് ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ആളെ ആരാണോ എടുക്കുന്നത് ആ ഒരു പോളിസി എടുക്കുന്ന ആളാണ് ഇൻഷുർഡ്. ആ ഒരു നികത്തി തരുന്ന ആൾ, അല്ല ആരുടെ നഷ്ടമാണോ നികത്തേണ്ടത് അയാളെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുക. അതുപോലെ എഗ്രിമെൻറ്റിന് ഉറപ്പിക്കുന്ന ആ ഒരു എഗ്രിമെൻറ്റിന് നമ്മൾ എന്താണ് പറയുന്നത്? പോളിസി. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് നോക്കാം. എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണെന്ന് നോക്കാം. വ്യാപാരികൾക്ക് നഷ്ടഭയമില്ലാതെ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ഉറവിടമാണ് ഇൻഷുറൻസ് കമ്പനി. നെക്സ്റ്റ്, ജനങ്ങളുടെ ചെറു സമ്പാദ്യം പ്രീമിയത്തിൻ്റെ രൂപത്തിൽ സമാഹരിക്കുവാൻ ഇൻഷുറൻസ് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻഷുറൻസ്, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് നമ്മുടെ ഒരു വീടിന് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു തീപിടുത്തം പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഇൻഷുറൻസ് പോളിസി അത് കവർ ചെയ്ത് തരും. നമ്മൾ അടയ്ക്കുന്ന ആ പ്രീമിയത്തിനുള്ളത് അവർ കവർ ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് ആ ഒരു നഷ്ടഭയം ഇല്ലാത്തത്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ആ ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് ആ ഒരു പ്രോപ്പർട്ടിക്കൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഭയം ഉണ്ടാവില്ല. എന്തായാലും നമ്മളത് റിസ്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് റിസ്ക് അത് നമ്മൾ അത്ര മൈൻഡ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ടാവും. അപ്പോൾ ആ ഒരു നഷ്ടഭയം ഇല്ലാതെ തന്നെ അവർക്ക് പ്രവർത്തിക്കാനും അത് നടത്തുവാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇൻഷുറൻസ് ഇമ്പോർട്ടൻസ് ആണ് ഇൻഷുറൻസിൻ്റെ. അതുപോലെ നെക്സ്റ്റ് വൺ എന്താണ്? ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ഉറവിടം കൂടിയാണ് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനികൾ കുറേ ആളുകൾക്ക് ജോലി അവസരങ്ങൾ കിട്ടുന്നുണ്ട്. തൊഴിലവസരങ്ങൾ ഇൻഷുറൻസ് കമ്പനി പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ജനങ്ങളുടെ ചെറു സമ്പാദ്യം പ്രീമിയത്തിൻ്റെ രൂപത്തിൽ സമാഹരിക്കുവാൻ ഇൻഷുറൻസ് സഹായിക്കുന്നു. ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കാനും അത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രീമിയം ആയിട്ടൊരു എമൗണ്ട് നമ്മൾ ഇതിലോട്ട് അടയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സേവിങ്സ് ആ ഒരു സംഭവം കൂടെ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. നമുക്കിവിടെ 4 ഇൻഷുറൻസ് ആണ് ഇവിടെ ഉള്ളത്. ലൈഫ് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് ആൻഡ് ലാസ്റ്റ് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ലൈഫ് ഇൻഷുറൻസും ഫയറും മറൈൻ ഇൻഷുറൻസും ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് കരാർ എന്നും അറിയപ്പെടുന്നു. ഇൻഷുറൻസ് ഇൻഷുർ ചെയ്തയാളുടെ മരണത്തിലോ ഒരു നിശ്ചിത എണ്ണം വർഷങ്ങളുടെ കാലാവധി കഴിയുമ്പോഴോ ഒരു നിശ്ചിത തുക അടയ്ക്കാൻ ഏറ്റെടുക്കുന്ന ഒരു കരാറാണ്. പ്രത്യുപകാരമായി ഇൻഷുർ ചെയ്തയാൾ ഒരു തുക പ്രീമിയമായി അല്ലെങ്കിൽ ആനുകാലിക തവണകളായി വർഷം തോറും അർദ്ധവാർഷികം, ത്രൈമാസികം അല്ലെങ്കിൽ പ്രതിമാസം അടയ്ക്കാൻ സമ്മതിക്കുന്നു. ഈ കേസിൽ ഇൻഷുർ ചെയ്ത അപകടസാധ്യത തീർച്ചയായും സംഭവിക്കും. അതിനാൽ ലൈഫ് ഇൻഷുറൻസ് എന്നും അറിയപ്പെടുന്നു. കരാറിൻ്റെ രേഖാമൂലമുള്ള രൂപത്തെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുന്നു. അത് ഇൻഷുർ ചെയ്ത വ്യക്തിക്കോ അവൻ്റെ നിയമപരമായ അവകാശികൾക്കോ ഒരു നിശ്ചിത തുക നൽകുന്നത് വ്യവസ്ഥ ചെയ്യുന്നു. കാരണം കേസ് ഒരു നിശ്ചിത തീയതിയിലോ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോഴോ ആയിരിക്കാം. അത് ഉറപ്പാണ്. ബിസിനസ്സുകാർക്ക് അവരുടെ എല്ലാ ജീവനക്കാർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് വഴി ലൈഫ് ഇൻഷുറൻസ് നൽകാൻ കഴിയും. ഇത് ജീവനക്കാർക്കിടയിൽ വിശ്വസ്തത വളർത്തുകയും വായ്പകൾ സമാഹരിക്കാനുള്ള ഒരു സെക്യൂരിറ്റിയായി ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന 2 റിസ്ക്കാണ്. ഒന്നെങ്കിൽ പ്രീമെച്യൂർ ഡെത്ത്, അല്ലെങ്കിൽ ഏജ് ആവുന്നതിന് മുൻപേ ഉള്ളൊരു മരണപ്പെടലും, അതുപോലെ ഒരു 60-65 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു ജോലിയൊന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ. ആ ഒരു 2 കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു റിസ്ക്, ലൈഫിലുണ്ടാകുന്ന ഒരു 2 റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയും
ഒന്നെങ്കിൽ പ്രീ മെച്യൂർ ഡെത്ത് അല്ലെങ്കിൽ ഒരു 60-65 റേഞ്ചിൽ കഴിഞ്ഞിട്ട് ഒരു ജോലിയോ ഒരു വരുമാനം ഒന്നുമില്ല അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു 2 സിറ്റുവേഷനും എടുക്കുക. അപ്പോൾ അതാണ് ഇതിനെ നമ്മൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു 2 സിറ്റുവേഷൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ഏണിൻ്റെ 60-65 വയസ്സ് കഴിഞ്ഞാൽ ഏണിങ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ. അപ്പോൾ ഒരു ജോലിയും അപ്പോൾ ആ ഒരു ഏണിങ് ടൈം കഴിഞ്ഞിട്ട് ജോലിയും ഒരു മന്ത്ലി ഇൻകം ഒന്നും ഇല്ലാതെ അവരുടെ ഒരു പേഴ്സണൽ എക്സ്പെൻസസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു 2 കേസാണ് വരുന്നത്. അതാണ് മെയിൻലി നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അയാളുടെ ഒരു വീട്ടിലുള്ള ആകെയുള്ള വരുമാനം അയാൾ മാത്രമാണ്. മറ്റുള്ള അച്ഛൻ, അമ്മ, മക്കളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു വരുമാനം ആളെന്ന് പറയുന്നത് എല്ലാവരും അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ടെൻഷൻ നോർമലി വരും. അപ്പോൾ എൻ്റെ കാലശേഷം ആരാണ് എൻ്റെ വീട് നോക്കുക, ആരാണ് ഇവർക്ക് ചിലവിന് കൊടുക്കുക, അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു വ്യക്തി അയാളൊരു ഇൻഷുറൻസ് കമ്പനീനെ സമീപിച്ചിട്ട് അയാളുടെ ഒരു മരണപ്പെട്ടാൽ അയാളുടെ ഒരു മരണശേഷം വീട്ടുകാർക്ക് ഒരു എമൗണ്ട് കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ ഒരു ഇൻഷുറൻസ് കമ്പനീനെ അപ്രോച്ച് ചെയ്യും. ആ ഒരു അത് നമുക്ക് അയാളുടെ ഒരു നികത്തലെന്ന് വെച്ചാൽ അയാളുടെ മരണപ്പെട്ടതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. പക്ഷേ എന്താ അവർക്കൊരു മോണിറ്ററി ഒരു ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളുടെ നഷ്ടം അവരുടെ ഫാമിലിയിൽ എന്നും ഉണ്ടാവുമെങ്കിലും പക്ഷേ ഒരു മോണിറ്ററി ബെനിഫിറ്റ് പോലെ അവർക്കൊരു ചിലവിന് കൊടുക്കുന്നത് പോലെ അയാളുടെ മരണശേഷം അവർക്ക് ഇൻഷുറൻസ് കമ്പനീനെ അയാളെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു മോണിറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഒരു കരാറിലേക്ക് അവർ എത്തുകയാണ്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നതിനാണ് നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ വ്യക്തി അയാളുടെ സ്വമേധയാ അയാളുടെ ഒരു താല്പര്യപ്രകാരം അയാൾ ഒരു ഇൻഷുറൻസ് കമ്പനീനെ അപ്രോച്ച് ചെയ്യുകയാണ്. അയാളുടെ മരണശേഷം ഒരു ഇത്ര എമൗണ്ട് കൊടുക്കാം, അയാൾ എത്ര എമൗണ്ടിൻ്റെ പോളിസിയാണ് എടുക്കുന്നത് ആ ഒരു എമൗണ്ട് അയാളുടെ മരണശേഷം അല്ലെങ്കിൽ അയാളൊരു 60-65 റേഞ്ച് കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡ് ഉണ്ടാവും. ആ ഒരു ടൈം പീരീഡിനുള്ളിലായിട്ട് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിലായിട്ട് അയാൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്ന രീതിയിൽ അയാളൊരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടൈപ്പാണ് ഫയർ ഇൻഷുറൻസ് അഥവാ അഗ്നി ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ ഇൻഷുറൻസ് കരാർ എന്നത് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ പ്രീമിയം അടച്ച് നിർവചിക്കപ്പെട്ട വിഷയങ്ങൾ തീയിൽ കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തതിൻ്റെ കാരണം ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് നഷ്ടം അല്ലെങ്കിൽ നാശനഷ്ടം നികത്താൻ ഏറ്റെടുക്കുന്ന ഒരു കരാറാണിത്. അപ്പോൾ ഈ ഒരു നഷ്ടപരിഹാര കരാറാണ്, അതായത് തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടതോ നശിച്ചതായ വസ്തുവിൻ്റെ മൂല്യം അല്ലെങ്കിൽ പോളിസി തുക ഇതിലേതാണോ കുറവ് അത് ഇൻഷുർ ചെയ്ത ആൾക്ക് കൂടുതൽ ഒന്നും ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഇത് മൂലമുള്ള നാശനഷ്ടത്തിലൂടെയുള്ള 2 നിബന്ധനകൾക്കായി വിധേയമായി നൽകേണ്ടതാണ്. അതായത് യഥാർത്ഥ തീ ഉണ്ടായിരിക്കണം, അതേപോലെ തീ ആകസ്മികമായിരിക്കണം, മനഃപൂർവ്വമല്ല, തീപിടുത്തത്തിൻ്റെ കാരണം അസംബന്ധമാണ്, ക്ലെയിം സംബന്ധിച്ച് പ്രയോഗിക്കുന്ന അടിസ്ഥാന തത്വം നഷ്ടപരിഹാരത്തിൻ്റെ തത്വമാണ്. ഇൻഷുർ ചെയ്ത ആൾ പോളിസി എടുത്ത പരമാവധി തുകയ്ക്ക് വിധേയമാവുന്ന യഥാർത്ഥ നഷ്ടത്തിൻ്റെ തുകയ്ക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ട്. അപ്പോൾ ഈ ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീപിടുത്തത്തിലൂടെ ഇതിപ്പോൾ നമ്മളൊരു വീടിന് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വീടിന് ഇപ്പോൾ എന്താണ് ഒരു തീപിടുത്തത്തിലൂടെ എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് നമുക്ക് എന്താണ് റിക്കവർ ചെയ്ത് തരും. അത് നമുക്ക് കവറപ്പ് ചെയ്യും. ആ ഒരു എത്ര ക്യാഷിനാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തത് ആ ഒരു ക്യാഷ് നമുക്ക് നാശനഷ്ടം നികത്തി തരും. അപ്പോൾ ഈ തീപിടുത്തത്തിൽ കൂടി എന്തെങ്കിലുമൊക്കെ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മൾക്ക് ഏത് കാര്യത്തിനാണോ ഇൻഷുർ ചെയ്യുന്നത് അതിൻ്റെ ലോസാണ് കവർ ചെയ്യുന്നത്. ആ ഒരു ലോസ് അവർ കോമ്പൻസേറ്റ് ചെയ്ത് തരാമെന്നുള്ളൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നത്. ലൈക്ക് പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അതിനെ ആയിരിക്കും അവർ ആ ഒരു നഷ്ടം നികത്തി തരിക. അപ്പോൾ നമ്മൾ അതുപോലെ പ്രീമിയം അടയ്ക്കേണ്ടതുണ്ട് കേട്ടോ. ലൈഫ് ഇൻഷുറൻസിനെ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഫയർ ഇൻഷുറൻസിന് ഒരു പ്രീമിയം അടയ്ക്കേണ്ട ഒരു നിശ്ചിത തുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, അപ്പോൾ 1 കോടി രൂപയ്ക്ക് നമ്മളൊരു വീട് വെച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഫയർ ഇൻഷുറൻസ് നമ്മൾ ഫയർ ഇൻഷുറൻസിൻ്റെ ആ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഫയർ കൊണ്ട് ഒരു ലോസ് വന്നാൽ അത് ഇൻഷുറൻസ് കമ്പനി നികത്തി തരും. ആ ഒരു ആക്ച്വൽ ലോസ് മാത്രമേ അവർ സംഭവിച്ചിട്ടുള്ളൂ. എന്തൊക്കെ ലോസാണോ അവർ സംഭവിച്ചത് ആ ലോസിൻ്റെ ആ ഒരു 1 crore മൊത്തത്തിൽ അവർ തിരിച്ചു കൊടുക്കില്ല. പക്ഷേ ആ ഒരു 50 ലക്ഷത്തിനാണ് പോളിസി എടുത്തതെങ്കിൽ ആ ഒരു 50 ലക്ഷം ഒക്കെ മാക്സിമം അവർ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീ മൂലം ഉണ്ടാകുന്ന ഒരു നാശനഷ്ടങ്ങളുടെ ആ ഒരു ഇൻഷുറൻസിനാണ് നമ്മൾ ഫയർ ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസിൻ്റെ ഒരു നോർമൽ പീരീഡ് വന്നിട്ട് ഒരു
മാക്സിമം പോയിട്ട് ഒരു 1 ഇയർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഇയറിന് ശേഷം നമുക്ക് അത് കണ്ടിന്യൂ ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മളത് ഇടയ്ക്ക് റിന്യൂ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ആ ഒരു ടൈം ടു ടൈം ഇടയ്ക്ക് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഒന്നെങ്കിൽ അതിൻ്റെ പ്രീമിയം അടയ്ക്കേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് ലംസമായിട്ടൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് പോലെ മന്ത്ലി ബേസിസിലും അടയ്ക്കാം. അപ്പോൾ ഇതാണ് തീപിടുത്തത്തിൻ്റെ ആ ഒരു സാഹചര്യം കൊണ്ടുണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ഫയർ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് വൺ മറൈൻ ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മറൈൻ ഇൻഷുറൻസ് എന്നത് ഒരു കരാറാണ്. ഇതിലൂടെ ഇൻഷുറൻസ് കമ്പനി ഒരു കപ്പലിലെയോ ചരക്കിൻ്റെയോ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ സമ്മതിക്കുന്നു. ഇത് സമുദ്ര സാഹസികതയ്ക്ക് ആകസ്മികമാണ്, അതും ഉൾപ്പെടുന്നു. ചരക്ക് മൂലമുണ്ടാകുന്ന ചരക്ക് നഷ്ടത്തിൻ്റെ അപകട സാധ്യതയുടെ ഇൻഷുറൻസ്. കൊടുങ്കാറ്റിൽ ചരക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ അപകട സാധ്യത ഉൾക്കൊള്ളുന്ന മറൈൻ ഇൻഷുറൻസ് കാർഗോ ഇൻഷുറൻസ് എന്ന് അറിയപ്പെടുന്നു. കടലിൻ്റെ അപകടങ്ങൾ മൂലം കപ്പലിൻ്റെ ഉടമയ്ക്ക് നഷ്ടത്തിൽ നിന്ന് അത് ഇൻഷുർ ചെയ്യാം. കപ്പൽ ഇൻഷുറൻസിൻ്റെ വിഷയമാകുമ്പോൾ അത് ഹോൾ ഇൻഷുറൻസ് എന്നറിയപ്പെടുന്നു. കൂടാതെ ലക്ഷ്യസ്ഥാനത്തെ തുറമുഖത്ത് സുരക്ഷിതമായി ഡെലിവറി ചെയ്യുമ്പോൾ ചരക്കുടമയ്ക്ക് ചരക്ക് പണം നൽകേണ്ടി വരുമ്പോൾ ചരക്ക് കേടാകുകയോ നഷ്ടമാകുകയോ ചെയ്താൽ ചരക്ക് കമ്പനിക്ക് ചരക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇൻഷുർ ചെയ്തേക്കാം. അത്തരമൊരു മറൈൻ ഇൻഷുറൻസ് ചരക്ക് ഇൻഷുറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ മറൈൻ ഇൻഷുറൻസ് കരാറുകളും നഷ്ടപരിഹാര കരാറുകളുണ്ട്. ഓക്കെ, എന്താണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈ കടലിൽ വെച്ചിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ലോസ്. അപ്പോൾ കടലിൽ എന്തൊക്കെ ലോസ് ഉണ്ടാവും, നമുക്ക് ഒരു കപ്പലിലൊക്കെ ആണെങ്കിൽ കടലിലൂടെ കൊണ്ടുവരുന്ന സാധനങ്ങളിലെ ചരക്കുകളും കാര്യങ്ങളൊക്കെ കപ്പൽ മാർഗം കൊണ്ടുവരുന്ന അതിനൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ലോസ്, അതുപോലെ വേറൊരു കപ്പൽ വന്നിട്ട് ഈ ഒരു കപ്പലിന് ഇടിച്ചാൽ, അതുപോലെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് ഓരോ ക്രാഷ് ഉണ്ടാവില്ലേ, അതുപോലെ ഒക്കെ ഓരോ പ്രോബ്ലംസ് വരും. അതുപോലെ സാധനങ്ങൾ ചരക്കുകൾ നഷ്ടമാവുക, അതുപോലെ കടൽ മാർഗം വരുന്ന കടൽ കൊള്ളക്കാർ, അങ്ങനെയൊക്കെ പല രീതിയിൽ കടൽ മാർഗം നമുക്ക് ആക്രമണങ്ങളും എന്താ പറയുക ഓരോ സംഭവങ്ങളും നമുക്ക് ലോസസും കാര്യങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളിൽ മറൈൻ ഇൻഷുറൻസ് പോളിസി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു നഷ്ടസാധ്യത നഷ്ടപരിഹാരം അത് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു മറൈൻ ഇൻഷുറൻസിലൂടെയാണ്. അപ്പോൾ എന്തൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടാവുക, കൊളിഷൻ ഓഫ് ഷിപ്പ് വിത്ത് റോക്ക്, പാറക്കെട്ടിലേക്കൊക്കെ ഷിപ്പ് വന്ന് തകർന്ന് തട്ടിപ്പോകുന്നതൊക്കെ അല്ലേ, അങ്ങനത്തേത്. പിന്നെന്താ എനിമീസൊക്കെ വന്ന് ഷിപ്പ് അറ്റാക്ക് ചെയ്യുന്നത്, അതുപോലെ കടൽ കൊള്ളക്കാർ അറ്റാക്ക് ചെയ്യുന്നതും, അതുപോലെ ചില ഷിപ്പൊക്കെ കടലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാതെ ഡിസപ്പിയർ ആയി പോവില്ലേ, അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മറൈൻ ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ അത് നമ്മൾ ലംസമായിട്ടോ അല്ലാതെ പ്രീമിയം ബേസിസിലോ നമുക്ക് ഒരു പോളിസി എടുത്തതിന് ശേഷം പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ മറൈൻ ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് എന്തൊക്കെയാണ്? സമയനയം എന്താണെന്ന് നോക്കാം. ഈ പോളിസി ഒരു നിശ്ചിത സമയത്തേക്ക് സാധാരണയായി 1 വർഷത്തേക്ക് വിഷയം ഇൻഷുർ ചെയ്യുന്നു. ഇത് സാധാരണയായി ഹോൾ ഇൻഷുറൻസായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ അളവിൽ ഇൻഷുർ ചെയ്യുമ്പോൾ ചരക്കുകൾക്കായിട്ട്. ഇതാണ് സമയനയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മറൈൻ ഇൻഷുറൻസിൻ്റെ അടുത്തൊരു ടൈപ്പ് പോളിസിയാണ് യാത്രാനയം. ഇതൊരു പ്രത്യേക യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണ്. സമയത്തിനുള്ള പരിഗണന കാർഗോ ഇൻഷുറൻസിനായി ഇത് കൂടുതലായി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് മിക്സഡ് പോളിസി. മിക്സഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഈ പോളിസിക്ക് കീഴിൽ വിഷയം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ, നമ്മൾ എന്തിനാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ വിഷയം എന്ന് പറയുന്നത് കേട്ടോ. ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു പ്രത്യേക യാത്രയിൽ ഇൻഷുർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു മിക്സഡ് പോളിസി പ്രകാരം 6 മാസത്തേക്ക് മുംബൈക്കും കൊളംബോയ്ക്കും ഇടയിലുള്ളൊരു യാത്ര ഒരു കപ്പൽ ഇൻഷുർ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഓരോ പീരീഡ് അനുസരിച്ചിട്ട് മറൈൻ ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫയർ, മറൈൻ ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. അതിൻ്റെ അടിസ്ഥാനം ഫസ്റ്റ് വൺ നമ്മൾ ഫയർ ഇൻഷുറൻസ്, പിന്നെ മറൈൻ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ആ ഒരു ഡിഫറൻസാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നഷ്ടപരിഹാരം ആദ്യം നോക്കാം. അഗ്നി നഷ്ടപരിഹാരം. ഫയർ ഇൻഷുറൻസിനുള്ള നഷ്ടപരിഹാരം എങ്ങനെയാണ്? ഇൻഷുർ ചെയ്ത തുക അല്ലെങ്കിൽ യഥാർത്ഥ നഷ്ടപരിഹാരമായി നൽകും. അപ്പം ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ യഥാർത്ഥ ആ ഒരു തുക തന്നെയാണ് നഷ്ടപരിഹാരമായിട്ട് നൽകുന്നത്. മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിൽ സാധനങ്ങളുടെ വാങ്ങൽ വിലയും 10-15% ലാഭവും നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും. അതേപോലെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ഒരു നഷ്ടവും നികത്താവുന്നതല്ല, നിശ്ചിത തുക മാത്രമേ നൽകിയിട്ടുള്ളൂ. ഓക്കെ, ലൈഫ് ഇൻഷുറൻസിൽ നമുക്ക് എന്താ ആ ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ആ ഒരു നിശ്ചിത തുക അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിൽ അവരുടെ സാധനങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവർക്കത് വിറ്റ് നല്ല ക്യാഷ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 10-15% ലാഭവും നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അഗ്നി ഇൻഷുറൻസ് അഥവാ ഫയർ ഇൻഷുറൻസിൽ
ആ ഒരു യഥാർത്ഥ നഷ്ടപരിഹാരം എത്രയാണ് ആ ഒരു തുക അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻഷുർ ചെയ്യാവുന്ന ഒരു പലിശ, അതിൻ്റെ അടിസ്ഥാനം നോക്കുക. ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ പോളിസി എടുക്കുന്ന സമയത്തും നഷ്ടപ്പെടുന്ന സമയത്തും ഇൻഷുർ ചെയ്യാവുന്ന പലിശ നിലനിൽക്കണം. മറൈൻ ഇൻഷുറൻസ്, നഷ്ടം സംഭവിക്കുന്ന സമയത്ത് ഇൻഷുർ ചെയ്യാവുന്ന പലിശ നിലനിൽക്കണം. ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുർ ചെയ്യാവുന്ന പലിശ നിലനിൽക്കണം. എല്ലാം പലിശ അതേപോലെ തന്നെ നിലനിൽക്കേണ്ടതാണ്. നെക്സ്റ്റ്, അസൈൻമെൻറ്റ് ഓഫ് പോളിസി എന്താണ്? ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് ഓഫ് പോളിസി? ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ ഇൻഷുറൻസിൻ്റെ അനുമതിയില്ലാതെ അസൈൻമെൻറ്റ് ഇല്ല. അതുപോലെ ലൈഫ് ഇൻഷുറൻസിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറൈൻ ഇൻഷുറൻസിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അനുമതി ഇല്ലാതെ അസൈൻമെൻറ്റ് പാടില്ല. അസൈൻമെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ. നെക്സ്റ്റ്, അപകട സാധ്യതയുടെ സ്വഭാവം. അത് ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ അനിശ്ചിതത്വമാണ്. മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിൽ അനിശ്ചിതത്വമാണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ അത് ഉറപ്പാണ്, പക്ഷേ സമയം അനിശ്ചിതത്വമാണ്. ഇത് ഓക്കെ എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നമ്മൾ എന്നായാലും മരിക്കുന്നുള്ളത് ഉറപ്പ്, ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു സമയം എപ്പോഴായിരിക്കും മരിക്കുക എന്നുള്ളത് അൺസർട്ടൈൻ ആണ്, നമുക്കറിയില്ല, അനിശ്ചിതത്വമാണ്. അതുപോലെ മറ്റേ ഫയർ ഇൻഷുറൻസിൻ്റെ മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിൽ അങ്ങനെ ഒന്നെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. അത് അനിശ്ചിതത്വമാണ്. അതാണ് ആ ഒരു അപകട സാധ്യതയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി കാലഘട്ടം എന്താണെന്ന് നോക്കുക, അതിൻ്റെ അടിസ്ഥാനം നോക്കുക. മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിൽ ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ സാധാരണയായിട്ട് ഒരാൾക്കാണ് ഉണ്ടാവുക. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വർഷം അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, വർഷങ്ങളോളം ആയിരിക്കും ആ ഒരു കാലഘട്ടം ഉണ്ടാവുക. സാധാരണ ഒരാൾക്ക് ഒരു വർഷം എന്നുള്ള രീതിയിലാണ് എല്ലാം ഉണ്ടാവുന്നത്, ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും. ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അത് ദീർഘകാലത്തേക്ക് എടുക്കാൻ പറ്റും, മറ്റേതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു കാലഘട്ടം ഒരു വർഷമൊക്കെ ആയിരിക്കും മാക്സിമം ഉണ്ടാവുക. ഇനി പ്രീമിയം എങ്ങനെയാണെന്ന് നോക്കാം. ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ പ്രീമിയം ഇൻഷുർ ചെയ്ത തുകയെ ആശ്രയിച്ചിരിക്കുന്നു. ഇൻഷുർ ചെയ്യുന്ന തുക കൂടുതൽ പ്രീമിയം ആയിരിക്കും. മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിൽ പ്രീമിയം അപകടങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുർ ചെയ്ത ആളുടെ പ്രായത്തെയും പോളിസിയുടെ കാലാവധിയെയും ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ വ്യത്യാസം. അത് പ്രീമിയം ഇൻഷുർ ചെയ്ത ആളുടെ പ്രായത്തെയും അതുപോലെ പോളിസിയുടെ കാലാവധിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ കേൾക്കാറുണ്ട്, മോട്ടോർ വെഹിക്കിൾസിനൊക്കെ. അപ്പോൾ എല്ലാത്തരം മോട്ടോർ വാഹനങ്ങളുടെയും ഇൻഷുറൻസ്, അതുപോലെ പാസഞ്ചർ കാറുകൾ, വാനുകൾ, വാണിജ്യ വാഹനങ്ങൾ, മോട്ടോർ സൈക്കിളുകൾ, സ്കൂട്ടറുകൾ മുതലായവയൊക്കെ വാഹനത്തിൻ്റെ അപകട സാധ്യതകൾ അല്ലെങ്കിൽ മോഷണം മൂലമുള്ള നഷ്ടം, അതുപോലെ തന്നെ അപകട സാധ്യതകൾ എന്നിവയും പരിരക്ഷിക്കുന്നു. അതാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപകടത്തിൽ ഉൾപ്പെട്ട മൂന്നാം കക്ഷിയുടെ പരിക്കിൽ നിന്നോ മരണത്തിൽ നിന്നോ ഉണ്ടാകുന്ന ബാധ്യത മോട്ടോർ വാഹനങ്ങൾ നിയമപ്രകാരം തേർഡ് പാർട്ടി റിസ്ക് ഇൻഷുറൻസ് നിർബന്ധമാണ്. അതിനാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നമുക്കൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ പറ്റും, അത് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നെക്സ്റ്റ്, കവർച്ച ഇൻഷുറൻസ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് പ്രകാരം ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് കവർച്ചയിൽ നിന്നുള്ള നഷ്ടത്തിൽ നിന്നും നഷ്ടപരിഹാരം നൽകുന്നതിനെ ഏറ്റെടുക്കുന്നു. ആ ഒരു കവർച്ചയൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിഹാരം ഇൻഷുറൻസ് കമ്പനി നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഫിഡലിറ്റി ഇൻഷുറൻസ്. ഫിഡലിറ്റി ഇൻഷുറൻസ് പറഞ്ഞാൽ പണം അപഹരിക്കുകയോ പണം തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാർ സാധനങ്ങൾ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നത് മൂലമുള്ള നഷ്ടത്തിൻ്റെ അപകട സാധ്യതകളിൽ നിന്നുള്ള സംരക്ഷണം എന്ന നിലയിൽ തൊഴിലാളികളുടെ വഞ്ചനയും സത്യസന്ധതയില്ലായ്മയും മൂലമുള്ള നഷ്ടത്തിൻ്റെ അപകട സാധ്യതകൾ ഉൾക്കൊള്ളുന്ന പോളിസികൾ ബിസിനസ്സുകാർക്ക് ലഭിച്ചേക്കാം. പണം കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറുകളുടെ ചുമതല ഇതിനെ ഫിഡലിറ്റി ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുന്നു. ജീവനക്കാർ ഒരു ഫിഡലിറ്റി ഗ്യാരണ്ടി ബോണ്ടിൽ ഒപ്പിടേണ്ടതും ആവശ്യമായി വന്നേക്കാം. അത് ബിസിനസ്സുകാരെടുക്കുന്നതാണ്. അവരുടെ ആ ഒരു എംപ്ലോയീസൊക്കെ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഈ ഫിഡലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വ്യക്തിഗത അപകടവും രോഗവും ആ ഒരു ഇൻഷുറൻസ്. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ മരണം അല്ലെങ്കിൽ വൈകല്യം എന്നിവയ്ക്കെതിരെ എടുക്കാവുന്ന പോളിസികളാണ്. ഉദാഹരണത്തിന് വിമാനങ്ങൾ വഴിയുള്ള യാത്ര മുതലായവ, അതിനൊക്കെയാണ് നമ്മൾ വ്യക്തിഗത അപകടവും രോഗവും തമ്മിലുള്ള ആ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ബാധ്യത ഇൻഷുറൻസ്. ബാധ്യത ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ
ഇത്തരത്തിലുള്ള പോളിസി ബാധ്യതയുടെ അപകട സാധ്യതകൾ കവർ ചെയ്യുന്നതും മറ്റൊരാളുടെ പരിക്ക് അല്ലെങ്കിൽ മരണം, തൊഴിലുടമകളുടെ ബാധ്യതകൾ, ഓരോ ജീവനക്കാരൻ്റെയും സുരക്ഷയ്ക്കായി തൊഴിലുടമയുടെ നിയമപരമായ ബാധ്യത ഉൾക്കൊള്ളുന്നതിനാൽ ഇവ രണ്ടും പ്രധാന രൂപങ്ങളാണ്. പൊതുബാധ്യത വ്യക്തികളുടെയും ബിസിനസ്സുകളുടെയും ബാധ്യതകൾ അവരുടെ പരിസരം സന്ദർശിക്കുന്ന പൊതുജനങ്ങൾക്കുള്ള ബാധ്യതയാണ്. അതാണ് ബാധ്യത ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു അപകട സാധ്യതകളൊക്കെ കവർ ചെയ്യാൻ മറ്റൊരാളുടെ പരിക്ക് അല്ലെങ്കിൽ മരണം അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബാധ്യത ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ഈ തൊഴിലുടമകളുടെയൊക്കെ ബാധ്യത, ജീവനക്കാരൻ്റെയും സുരക്ഷയ്ക്കായിട്ടൊക്കെ അവർ ഇൻഷുറൻസ് എടുക്കുക. അതാണ് ബാധ്യത ഇൻഷുറൻസ്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഗതാഗതത്തിലോ സ്റ്റോറിലോ ഉള്ള ചരക്കുകൾ മുതൽ കെട്ടിടം അല്ലെങ്കിൽ ഉള്ളടക്കം വരെയുള്ള വൈവിധ്യമാർന്ന ഇനങ്ങൾ കവർ ചെയ്യുന്നു. ബിസിനസ് വ്യക്തികൾക്കും സ്വകാര്യ വീട്ടുകാർക്കും ബാധകമാണ്. അത് നമ്മളൊരു പ്രോപ്പർട്ടി ഇൻഷുറൻസ്, പ്രോപ്പർട്ടി നമ്മുടെ വീടിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആ ഒരു സ്ഥാപനത്തിനൊക്കെ ഈ പ്രോപ്പർട്ടി ഇൻഷുറൻസ്. അപ്പോൾ അതിനെന്തെങ്കിലും നഷ്ടം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻഡെംനിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ്. നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.